ഇതിപ്പോൾ ഒരു ഗൗരവമുള്ള പ്രശ്നമാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെട്ടല്ലോ. അതായത് നമ്മൾ എല്ലായിടത്തും കാണുന്നുണ്ട്. ഇതിപ്പോൾ ഈ പ്രിയദർശിനി ബസ്സുകളിൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന സംഭവം ഇവർ പ്രകടന പത്രികയിൽ പറഞ്ഞ ദിവസം ഇവിടെ വെച്ചിട്ട് ഇത് ഗംഭീരമായിട്ടൊരു പ്രഖ്യാപനമാണെന്ന് പറഞ്ഞ ആളാണ് ഞാൻ. ഇതുകൊണ്ട് ഒരുപക്ഷെ നല്ല വോട്ട് കിട്ടിയേക്കും എന്ന് പറഞ്ഞ ആളുമാണ് ഞാൻ. അതെനിക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള പോസിറ്റീവായിട്ടൊരു കാര്യമായിട്ട് തന്നെയാണ് അപ്പോഴും ഇപ്പോഴും എല്ലാം തോന്നുന്നത്. നന്നായിട്ട് വന്നു, ഞാനതിനെ അനുകൂലിക്കുന്ന ഒരാളാണ്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കേന്ദ്ര സർക്കാർ BJP സർക്കാർ നോട്ട് നിരോധനം കൊണ്ടുവന്നപ്പോൾ അവർ വന്ന ഉടനെ നോട്ട് നിരോധനം കൊണ്ടുവന്നല്ലോ. അപ്പോൾ നോട്ട് നിരോധനം കൊണ്ടുവന്നിട്ട് 82 ആളുകൾ ക്യൂവിലൊക്കെ നിന്ന് മരിച്ചു എന്നാണ് പിന്നെ ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ സർവേയിൽ കണ്ടെത്തിയത്. 82 പേര്. ഇപ്പോൾ ഒഫീഷ്യൽ കണക്കൊന്നുമില്ല എത്ര പേര് മരിച്ചു, സർക്കാരിനോട് ചോദിച്ചാൽ കണക്കൊന്നും കിട്ടില്ല. പക്ഷേ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് 82 പേര് മരിച്ചു എന്നാണ് കണ്ടെത്തിയത്. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് ജീൻ റസ്സേ എന്ന് പറയുന്നൊരു വലിയ ലോക പ്രശസ്തനായിട്ടുള്ള ഒരു എക്കണോമിസ്റ്റ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു പോയിൻ്റ് ഞാൻ എപ്പോഴും ഓർക്കും. അതായത് അതിവേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നൊരു കാറിൻ്റെ ടയറിനേക്ക് വെടിവെച്ചപ്പോൾ എന്താ സംഭവിക്കുക, വെടിവെച്ചതുപോലെയാണ് ഈ നോട്ട് നിരോധനം. അപ്പോൾ എന്താ സംഭവിക്കുക, അതിവേഗം ഓടിക്കൊണ്ടിരിക്കുന്നൊരു കാറിൻ്റെ ടയറിലേക്ക് വെടിവെച്ചാൽ ടയർ പൊട്ടും, കാറടക്കം തകർന്ന് തരിപ്പണമാകും. അങ്ങനെയാണ് ഈ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്ന ഒരു സംവിധാനത്തെ നോട്ട് നിരോധനം എന്ന അങ്ങേയറ്റം ഡിസ്ട്രക്റ്റീവായിട്ടുള്ള എന്ന് വെച്ചാൽ ഒരു അങ്ങേയറ്റം വലിയൊരു ഇടപെടലിലൂടെ പ്രത്യേകിച്ച് പഠനമൊന്നും മുൻകൂട്ടി നടത്താതെ ഇതിന് ശേഷം എങ്ങനെ ഉണ്ടാകുമെന്നറിയാതെ ATMകളിൽ ആളുകൾ പൈസ എടുക്കാൻ ചെല്ലുമ്പോൾ ATMൽ പൈസ ഉണ്ടാവില്ലെന്നറിയാതെ ഇതിന് ശേഷം എന്തൊക്കെ രാജ്യത്ത് സംഭവിക്കും എന്ന കാര്യത്തെക്കുറിച്ച് പൂർണ്ണമായ ധാരണയില്ലാതെ ഈ ഓടുന്ന കാറിൻ്റെ ടയറിന് വെടിവെക്കുന്നത് പോലുള്ളൊരു പരിപാടിയാണ് ഈ കേന്ദ്ര സർക്കാർ നടത്തിയതെന്നാണ് ജീൻ റസ്സേ അന്ന് ഈ നോട്ട് നിരോധനത്തെക്കുറിച്ച് പറഞ്ഞത്. ഞാനത് ഏത് സംവിധാനങ്ങൾ ഈ ഒരു സർക്കാർ മാറിയിട്ട് മറ്റൊരു സർക്കാർ വരുമ്പോൾ അതുവരെ പോയിക്കൊണ്ടിരിക്കുന്ന ട്രാക്കിൽ നിന്ന് പുതിയൊരു സംവിധാനത്തെ പുതിയ സർക്കാർ ഏർപ്പെടുത്തുമ്പോൾ ഞാൻ എപ്പോഴും അത്തരം സംഭവങ്ങൾ വരുമ്പോൾ എപ്പോഴും അത് സർക്കാർ തന്നെ ആവണമെന്നില്ല, ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിനകത്ത് ഒരു നമ്മുടേതുപോലുള്ളൊരു സംവിധാനത്തിനകത്ത് ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുന്നൊരു സംവിധാനത്തെ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് മറ്റൊരു സംവിധാനം ഏർപ്പെടുത്തുമ്പോൾ ആവശ്യമായിട്ടുള്ള പഠനങ്ങൾ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തുക, അതിനുശേഷം എന്തുണ്ടാകുമെന്ന് പഠിക്കുക, ഇതൊക്കെ അതിൻ്റെ അനിവാര്യമായിട്ടുള്ള മുന്നുപാധികളാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അത് ഞാൻ വിചാരിക്കുന്നതുകൊണ്ടല്ല, അതാണ് അതിൻ്റെ വസ്തുത. അതായത് പ്രിയദർശിനി പദ്ധതി നടപ്പാക്കുന്നു. കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും ഈ KSRTC ബസ്സുകളിൽ സർവീസ് കൊടുക്കുകയാണ്. കേരളത്തിൽ എത്ര സ്ത്രീകൾ സഞ്ചരിക്കുന്നുണ്ട്, എത്ര പുരുഷന്മാർ യാത്രക്കാരായിട്ടുണ്ട്, എത്ര KSRTC ബസ്സുകൾ കേരളത്തിലാകെയുണ്ട്, ആ KSRTC ബസ്സുകളിലായിട്ട് എത്ര പേര് പോകുന്നുണ്ട്, ഏതൊക്കെ റൂട്ടുകളിലാണ്, ഏതൊക്കെ സമയത്താണ്, പ്രൈവറ്റ് ബസ്സുകൾ എത്രമാത്രം കേരളത്തിലുണ്ട്, ആ പ്രൈവറ്റ് ബസ്സുകളിൽ എത്ര ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട്, അതിൽ എത്ര പേര് സ്ത്രീകളാണ്, ആ സ്ത്രീകളിൽ എത്ര പേര് അങ്ങോട്ടേക്ക് മാറും, ഏതൊക്കെ മേഖലകളിൽ ഇതിൻ്റെ പ്രത്യാഘാതം ഉണ്ടാകും, ഈ ബസ്സുകാർ പിന്നെ എന്താണ് ചെയ്യുക, ഇത്രയും ആളുകൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വരുന്ന പൈസ ഇല്ലാതാകുന്നതോടുകൂടിയിട്ട് ഈ മേഖലയിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടാകും. ഇത് പഠിക്കാൻ സ്വാഭാവികമായുള്ള ഉത്തരവാദിത്വം ഈ കോൺഗ്രസിനും UDF-നാകെയും ഈ സർക്കാരിനും ഉണ്ടായിരുന്നു. നമ്മൾ സ്വാഭാവികമായിട്ട് ഇതിനെ കണ്ട് അയ്യോ ഇത് ഗംഭീരം എന്ന് പറഞ്ഞ് കൈയടിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക അവർ ചെയ്യേണ്ട കാര്യം അവർ ചെയ്തിട്ടുണ്ട് എന്നാണല്ലോ നമ്മൾ വിചാരിക്കുക. സർക്കാരും UDF-ഉം വേണ്ട വിധത്തിൽ പഠിച്ചതിന് ശേഷമൊക്കെയാണ്. കാരണം നമ്മുടെ മുന്നിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രിയദർശിനി പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും VD സതീശനും മറ്റും വലിയ സംവിധാനമാണ്, 10 കൊല്ലത്തിന് ശേഷം വരികയാണ്, അപ്പോൾ അവർ പഠിച്ചിട്ടുണ്ടാവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ശരി, അവർ പഠിച്ചില്ല. പക്ഷേ സർക്കാർ വന്ന ഉടനെ പിറ്റേന്ന് മുതൽ നടപ്പാക്കുകയല്ലേ ചെയ്ത്, അവർക്ക് മതിയായ സമയമുണ്ടായിരുന്നു, അപ്പോഴും അവർ പഠിച്ചില്ല. അപ്പോൾ അങ്ങനെ പഠിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ CP ജോൺ പറയാണ് ബദൽ സംവിധാനം ഉണ്ടാകണം. എന്താ ചെയ്യേണ്ടത്, അപ്പം വിൽക്കുകയാണോ ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ ബസ്സുകളിലെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് അതിൻ്റെ മുൻഭാഗം ഇങ്ങനെ പൊട്ടിച്ചിട്ട് അവിടെ തട്ടുകട തുറക്കുകയാണോ ചെയ്യേണ്ടത്, എന്താണ് ഇവർ പറയുന്നത്? അപ്പോൾ ഒരു ബദൽ സംവിധാനം വേണമെന്ന് ചുമ്മാ പറഞ്ഞു പോയാൽ പോരാ. നമ്മളിപ്പോൾ ഒരു സീസോയിൽ കയറിയതുപോലെ ശരിയാണ്, കേരളത്തിലെ സ്ത്രീകൾക്ക് വലിയ ഒരു അനുകൂലമായ നിലപാടുണ്ടായി, വളരെ സന്തോഷകരമായ കാര്യം, വളരെ ഗംഭീരമായിട്ടുള്ള കാര്യം, ഞാൻ തുറന്ന് അഭിനന്ദിച്ച ആളാണ്. ഓക്കെ, ഗംഭീരമായിട്ടുള്ള കാര്യം. പക്ഷേ അപ്പുറത്ത് താഴ്ന്നു, കുറേ ആളുകൾ പ്രയാസത്തിലായി. അപ്പോൾ ഇത് ബാലൻസ് ചെയ്തിട്ട് അവരെ ആരുടെയും ജീവിതത്തെ ബുദ്ധിമുട്ടിക്കാത്ത വിധം ഇത് വേണം, ഇത് നടപ്പാക്കാൻ എന്ന ഉത്തരവാദിത്തം ആർക്കാണ് വേണ്ടത്? അത് ഇവർക്കല്ലേ വേണ്ടത്. ഇവരിത് കാണിച്ചില്ല. ഇതേക്കാൾ കൂടുതൽ എന്ത് പറയാനാണ് ഇതിനെക്കുറിച്ച്? അതായത് ഇത് കുറേ ആളുകൾ പ്രയാസപ്പെട്ടിരിക്കുന്നത് വസ്തുതാപരമാണ്, ഇതൊരു രാഷ്ട്രീയ പ്രശ്നമൊന്നുമല്ല, ഇത് വസ്തുതാപരമായിട്ട് പറയുകയാണ്. ഏറ്റവും ചുരുങ്ങിയത് ഒരു രാഷ്ട്രീയ സംഘടനയല്ലേ UDF എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനമല്ലേ, മനുഷ്യർക്കിടയിൽ വർക്ക് ചെയ്യുന്ന എത്രയോ നേതാക്കൾ, വലിയ നേതാക്കളുള്ള നാട്ടുകാരുടെ നേരെ ബുദ്ധിമുട്ട് അറിയുന്ന ആളാണ്. ഈ പ്രൈവറ്റ് ബസ്സുകാരുടെ സംഘടനയെ വിളിച്ചിട്ട് എന്താണ് ഇത് ഇങ്ങനെ വന്നാൽ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാകും, അത് നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്ന് മുൻകൂറായിട്ട് ചർച്ച ചെയ്യാൻ ഇവർ തയ്യാറായോ? ഇല്ല. അപ്പോൾ ഈ പ്രശ്നം വരികയാണ്. ഇത് വലുതായി വരുന്നല്ലാതെ ചെറുതായി വരുന്നത് എങ്ങനെയാണ്? ഈ ആളുകൾ എന്തിന് സ്ത്രീകൾ ഇവർ വിഷമിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ബസ് കയറേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. അവരവരുടെ പൈസ കിട്ടാത്തതിന് തന്നെ പോകണം. അങ്ങനെ അവരുടെ ഉത്തരവാദിത്തം, അവരുടെ അവകാശമാണത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? സർക്കാരിൻ്റെ മുന്നിലേക്ക് ഒരു പ്രശ്നമായിട്ട് വന്നിരിക്കുകയാണ്. ഇത് വലുതാവുകയാണ് ചെയ്യുക. എങ്ങനെയാണ് ഇവർ പരിഹരിക്കുക? നമ്മൾ കാത്തിരുന്ന് കാണുക.